ശ്യാംരാജ്, വ്യാജ വാർത്തകൾ പടച്ചു വിടുക മാത്രമല്ല, മൊത്തത്തിലുള്ള ഏർപ്പാടുകൾ വ്യാജമാണ് എന്നാണ് അന്വേഷണങ്ങളിലൂടെ കണ്ടെത്തപ്പെടുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമസ്ഥരെന്ന് ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ രേഖകളിൽ അഗസ്റ്റിൻ സഹോദരന്മാരല്ല ഉടമസ്ഥർ. തികച്ചും ദുരൂഹമായ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം കേരളീയ പൊതുസമൂഹത്തിന് തന്നെ ഭീഷണിയല്ലേ? ശ്രീ അനിൽ നമ്പ്യാർ, ദുരൂഹമായിട്ടുള്ള രീതികളിൽ പ്രവർത്തിക്കുക മാത്രമല്ല, ദുരൂഹമായിട്ടുള്ള രീതിയിൽ പറയുക കൂടി ചെയ്യുന്ന, തികച്ചും പറയുന്ന കാര്യങ്ങൾ യാതൊരു കൃത്യതയോ അല്ലെങ്കിൽ വ്യക്തതയോ ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ തന്നെയാണ് ഇവർ. ഇവിടെ മുട്ടിൽ ഈ സഹോദരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഞാനൊക്കെ കേൾക്കുന്നത് മുട്ടിൽ മരമുറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ഒരു പ്രത്യേക ഉത്തരവിലൂടെ ഏകദേശം 3 മാസത്തേക്ക് മാത്രം വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവിലൂടെ ഏകദേശം 570 കൊല്ലം വരെ പഴക്കമുള്ള മരങ്ങൾ വയനാട്ടിൽ നിന്നും കേരളത്തിലെ മറ്റിടങ്ങളിൽ നിന്നും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മുട്ടിൽ ആയതുകൊണ്ട് മാത്രം വയനാട്ടിലെ കാര്യം പറയുന്നു എന്ന് മാത്രം. കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് 100 കണക്കിന് മരങ്ങൾ മുറിച്ചു മാറ്റുകയും അത്തരത്തിൽ എന്നിട്ട് വ്യാജ കത്ത് തയ്യാറാക്കി, അതായത് വയനാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരിൽ വ്യാജ കത്തും ഒപ്പും തയ്യാറാക്കിയിട്ടാണ് ഈ മരമുറി നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആളുകൾ, അതിനുശേഷം ഇപ്പോൾ മെസ്സിയുടെ കാര്യമൊക്കെ നമുക്കറിയാം. മെസ്സി വരുമോ വരില്ലയോ, ആരാണ് കേരളത്തിൻ്റെ സ്പോർട്സ് വകുപ്പ് മിനിസ്റ്റർ, സ്പോർട്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആൾ, ഈ വ്യക്തി, റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ ഒരു വാർത്ത വന്നതനുസരിച്ചിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷനെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന്. അതായത് കേരളത്തിൽ മെസ്സി വരുമെന്ന് ഈ പറയുന്ന ആളുകളെല്ലാവരും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വീരവാദം മുഴക്കുമ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷനെ, ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനെ ഒന്നും അറിയിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും മാത്രമായി കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ആരോപണങ്ങൾക്കും അത്രമാത്രം വില കൽപ്പിക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഈ കേസിൻ്റെ മെറിറ്റിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ BPL ലിമിറ്റഡും ഉണ്ട്, BPL മൊബൈൽസും ഉണ്ടായിരുന്നു. BPL ലിമിറ്റഡുമായിട്ട് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരവധി ചർച്ച ചെയ്ത് അതിലോട്ട് ഞാൻ വരാം. പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, BPL ലിമിറ്റഡുമായിട്ട് ഇപ്പോൾ ഇവർ ഈ പറയുന്ന കർണാടകത്തിലെ സ്ഥലം വാങ്ങി എന്നൊക്കെ പറയുന്ന കമ്പനിക്ക് ആയിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നതും അദ്ദേഹം ഓൺ ചെയ്തതും BPL മൊബൈൽസ് എന്നുള്ള കമ്പനിയാണ്. അതാണ് പിന്നീട് ഹച്ചിനൊക്കെ നമ്മുടെ വിൽക്കുന്നതൊക്കെ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉടമസ്ഥതയിൽ പോലും ഇല്ലാത്ത ഒരു വ്യക്തിക്കെതിരെ ഉണ്ടയില്ലാ വെടി പൊട്ടിക്കുന്നതിന് പിന്നിൽ കൃത്യമായിട്ട് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളുടെ ഒന്നാമത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ മെസ്സിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വ്യാജ പ്രചരണങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുകയും അതിൻ്റെ പിന്നിലെ കള്ളത്തരങ്ങൾ ഒരുപക്ഷെ പിടിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ള ഒരു ഭയത്തിൽ നിന്നാവും ഇത്തരത്തിലുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ശ്രീ അനിൽ നമ്പ്യാർ. കാരണം നമ്മൾ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ചരിത്രം ഒന്ന് പരിശോധിക്കുമ്പോൾ ഏതൊരാൾ വരുമ്പോഴും, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഏതൊരാൾ വന്നെങ്കിലും ആ ആളുകളെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ ഉൾപ്പെടുത്തി അവരുടെ ഇമേജ് കളയാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണം എടുത്തപ്പോൾ ശ്രീധരൻപിള്ള ചേട്ടൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കേരളത്തിലെ യുവമോർച്ചയുടെ പ്രവർത്തകരോടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എടുത്തിട്ട് കേരളത്തിൽ മുഴുവൻ ആയിട്ട് വ്യാപകമായിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ള കാര്യമുണ്ടായി. കുമ്മനം രാജേട്ടൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നിറത്തെ വരെ വെച്ചിട്ട് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ, എൻ്റെ ഓർമ്മ ശരിയാണ്, മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചിട്ടുണ്ട്. ഇനി ശ്രീ K. സുരേന്ദ്രൻ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ പറഞ്ഞത് നമുക്കറിയാം. ഇപ്പോൾ ഈ നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷനെതിരെയും ഇത്തരത്തിൽ കരുതി കൂട്ടി ഇമേജ് പൊളിക്കുവാൻ വേണ്ടിയിട്ട്, ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് കരുതി കൂട്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോ എന്നുകൂടി ഇത് സംശയിച്ചാൽ തെറ്റ് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എനിക്കിത് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്, ഈ ഏത് കേസാണെങ്കിലും ഇത് തീർത്തും വ്യാജമായിട്ടുള്ളതാണ്. റിപ്പോർട്ടർ ചാനൽ അതിന് മാപ്പ് പറയേണ്ടി വരും. അതിൻ്റെ ഇപ്പോൾ അവർക്കെതിരെ BJP എന്നുള്ള പാർട്ടി തന്നെ, ഞങ്ങൾ BJP തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ S. സുരേഷ് അദ്ദേഹവും പരാതി കൊടുത്തിട്ടുണ്ട്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിലെ വിവിധയിടങ്ങളിൽ ഈ റിപ്പോർട്ടർ ചാനലിനെതിരെയും ഈ ആൻഡോയ്ക്കെതിരെയും അടക്കമുള്ള ആളുകൾക്കെതിരെയുമുള്ള പരാതികളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് തന്നെ പോവുകയും ചെയ്യും. വെറുതെ ഉണ്ടയില്ലാ വേണ്ടി ഇനിയെങ്കിലും ഈ കൂട്ടർ വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ പുറത്തു വരട്ടെ, അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ
മാധ്യമങ്ങളായാലും മാധ്യമ പ്രവർത്തകരായാലും നമ്മളൊക്കെ എത്രയോ മാധ്യമപ്രവർത്തകരെയൊക്കെ കാണുന്നതാണ്. എല്ലാ ദിവസവും നല്ല രീതിയിൽ നമ്മൾ അവരോടൊക്കെ സംസാരിക്കുന്നതും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതൊക്കെയാണ്. പക്ഷേ ഈ മാധ്യമപ്രവർത്തകൻ എന്നുള്ള ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രസ്ഥാനത്തിനെതിരെയോ ആ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെയോ നുണപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പ് തന്നെ, ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെ നമ്മുടെ BJP യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്.